നമസ്കാരം. ലോകശ്രദ്ധ മുഴുവൻ ഇന്ന് മധ്യപൂർവേഷ്യയിലെ സംഘർഷഭരിതമായ മണ്ണിലേക്കാണ്. ഡെയിലി ന്യൂസ് ഹെഡ്ലൈൻസ് യുദ്ധത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം ഇതിനെ കാണേണ്ടത് ദൈവത്തിന്റെ പ്രവചനപരമായ പദ്ധതിയുടെ വെളിച്ചത്തിലാണ്. ആസ് ക്രിസ്ത്യൻസ് വി മസ്റ്റ് വ്യൂ ദീസ് ഇവന്റ്സ് ത്രൂ ദ ലെൻസ് ഓഫ് ബിബ്ലിക്കൽ പ്രോഫസി. രാഷ്ട്രീയത്തിനപ്പുറമുള്ള ആ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. പ്രതിസന്ധിയുടെ വേരുകൾ തിരഞ്ഞുപോയാൽ നാം എത്തി നിൽക്കുന്നത് അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കും ഇസ്മായിലും തമ്മിലുള്ള പുരാതനമായ തർക്കത്തിലാണ്. It's not just a border dispute. It's a family fought thousands of years old. വാഗ്ദത്ത ഭൂമിയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചുമുള്ള ഈ പോരാട്ടം ഇന്നും തുടരുന്നു. ഇസ്മായിലാണ് ആദ്യജാതൻ എന്ന ഇസ്ലാമിക വിശ്വാസവും എന്നാൽ ഇസഹാക്കാണ് ഉടമ്പടിയുടെ പുത്രൻ എന്ന ബൈബിൾ സത്യവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഇവിടുത്തെ യഥാർത്ഥ ആത്മീയ അടിത്തറ. Why do political solutions fail? ലോക നേതാക്കൾ മുൻപോട്ട് വയ്ക്കുന്ന ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ ലാൻഡ് ഫോർ പീസ് കരാറുകൾ എന്തുകൊണ്ടാണ് ശാശ്വതമാകാത്തത്? അതിന്റെ കാരണം വെറും രാഷ്ട്രീയമല്ല, മറിച്ച് ആഴത്തിലുള്ള മതപരമായ നിലപാടുകളാണ്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് അംഗീകരിക്കുവാൻ കഴിയാത്ത വിദ്വേഷവും ഒരിക്കൽ മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്ന ഭൂമി ജിഹാദിലൂടെ തിരിച്ചു പിടിക്കണമെന്ന വഖഫ് കൺസെപ്റ്റും രാഷ്ട്രീയ വിട്ടുവീഴ്ചകളെ അസാധ്യമാക്കുന്നു. ഏകദേശം 2600 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവാചകൻ പ്രവചിച്ച ദ എസെക്കിയേൽ 38 അലയൻസ് ഇന്ന് നമ്മുടെ കൺമുൻപിൽ രൂപപ്പെടുകയാണ്. യെരുശലേമിൽ നിന്ന് നേരെ വടക്കോട്ട് ഫാർ നോർത്ത് നോക്കിയാൽ നാം കാണുന്ന റഷ്യയും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ പേർഷ്യൻ ശക്തിയും ഇന്ന് ഇസ്ലാമിക മൗലികവാദത്തിലേക്ക് നീങ്ങുന്ന തുർക്കിയും ഒന്നിച്ചു വരുന്നത് നാം കാണുന്നു. ഈ രാജ്യ കൂട്ടായ്മ ഇസ്രായേലിനെ വളയുമ്പോൾ അത് മനുഷ്യന്റെ ശ്രമങ്ങളാലല്ല, മറിച്ച് ദൈവത്തിന്റെ അമാനുഷികമായ ഇടപെടലിലാണ് അവസാനിക്കുക എന്ന തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ടെമ്പിൾ ഡിനയൽ എന്ന കാര്യം. യെരുശലേമിലെ ടെമ്പിൾ മൗണ്ടിൽ ഒരിക്കലും യഹൂദ ആലയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് സ്ഥാപിച്ച് ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ ഇന്ന് വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ നിന്നും ലഭിക്കുന്ന ഓരോ പുരാവസ്തുവും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള യഹൂദ സാന്നിധ്യം ആണ് വിളിച്ചോതുന്നത്. ഹിസ്റ്ററി cannot be erased when the stones themselves cry out. മറക്കരുതാത്ത മറ്റൊരു കാര്യവും കൂടെ ഇതിനു മുമ്പിലുണ്ട്, നമ്മുടെ മനോഭാവം. മുസ്ലിംസ് are not our enemies, they are victims of the system. ക്രിസ്തുവിന്റെ സ്നേഹം അവരിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. മധ്യപൂർവേഷ്യയിലെ സമാധാനം ഒരു രാഷ്ട്രീയ ഉടമ്പടിയിലല്ല, മറിച്ച് സമാധാനത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ്. സെഖര്യാവ് പ്രവചിച്ചതുപോലെ അവിടുത്തെ പാദങ്ങൾ ആ ഒലിവ് മലയിൽ സ്പർശിക്കുമ്പോൾ മാത്രമേ ലോകത്തിന് യഥാർത്ഥ സമാധാനം ലഭിക്കൂ. The King of Peace is coming soon. ഈ സംഭവവികാസങ്ങൾ നമ്മെ ഭയപ്പെടുത്തുന്നതിന് പകരം നമുക്ക് വീണ്ടെടുപ്പ് അടുത്തു എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.